ഈ ദേവന്മാരുടെ നേതാവാണ് ഇന്ദ്രൻ, അസുരന്മാരുടെ നേതാവാണ് വിരോചനൻ. ഇവർ രണ്ടുപേരും പ്രജാപതിയുടെ മക്കളാണ്. നമ്മൾ ഈ മുമ്പ് ഒരു ശ്ലോകം കൊണ്ട് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? സഹയജ്ഞ പ്രജാ സൃഷ്ടുവ പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യധ്വം ഏഷവോസ്തിഷ്ട കാമധുഗ് എന്ന്. ഈ ലോകത്ത് ജീവിക്കേണ്ടുന്നതിൻ്റെ മര്യാദയെക്കുറിച്ച് പ്രജാപതി പ്രജകൾക്ക് പറഞ്ഞു കൊടുത്ത കാര്യം പറഞ്ഞു. എന്തുകൊണ്ട്? പരസ്പര സഹകരണത്തിലൂടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ പ്രജാപതിയെ കാണാൻ വേണ്ടിയിട്ട് വിരോചനനും അതുപോലെ ഇന്ദ്രനും പ്രജാപതിയുടെ അടുത്തെത്തുകയാണ്. അങ്ങനെ പ്രജാപതിയുടെ അവിടെ എത്തിയിട്ട് ഇവരവിടെ കുറേ കാലം അവിടെ താമസിച്ചു. പ്രജാപതിയുടെ അവിടെ എത്തിയിട്ട് പ്രജാപതിയെ കണ്ട് കാര്യം പറയാനായിട്ട് അവർക്ക് അവിടെ 32 വർഷം താമസിക്കേണ്ടി വന്നു എന്നാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പ്രജാപതി ഇവർ രണ്ടുപേരോടുമായിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്, എന്താ വരവിൻ്റെ ഉദ്ദേശമെന്ന്. അപ്പോൾ രണ്ടുപേരും പറഞ്ഞു, അങ്ങ് ആത്മാവിൻ്റെ അനശ്വരതയെ, അതായത് ആത്മാവ് നാശമില്ലാത്തതാണ്, ആത്മാവിനെ അറിയുന്നവൻ എല്ലാം അറിഞ്ഞവനാകുന്നു, ആത്മലബ്ധിയേക്കാൾ ആത്മലാഭം അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാറ്റിനെയും ജയിച്ചവനാണ്. അപ്പോൾ ആത്മാവിൻ്റെ അനശ്വരതയെക്കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അങ്ങ് പറഞ്ഞിട്ടുണ്ട് എന്ന് രണ്ടുപേരും, വിരോചനനും അതെ ഇന്ദ്രനും പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണം എന്ന് പറഞ്ഞു. അപ്പോൾ പ്രജാപതി പറഞ്ഞു, നിങ്ങൾ കേട്ടതൊക്കെ ശരിയാണ്, വേറെന്തൊക്കെ കേട്ടു എന്ന് അവരോട് ചോദിക്കുമ്പോൾ അവർ ആത്മാവിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അച്ഛേദ്യം, അദാഹ്യം, അക്ലേദ്യം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ, അത് മുറിക്കാൻ പറ്റുന്നതല്ല, അതിനെ കുതിർക്കാൻ പറ്റില്ല എന്നൊക്കെ ഉള്ള ആത്മാവിൻ്റെ ലക്ഷണങ്ങളൊക്കെ രണ്ടുപേരും പറഞ്ഞു. അപ്പോൾ പ്രജാപതി പറഞ്ഞു, ആത്മാവ് എന്ന് പറയുന്നത് ഈ കാണുന്ന പുരുഷൻ തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരാളാണ് ഉപദേശിക്കുന്നത്. ആരാണ്? പ്രജാപതി. കേൾക്കുന്നത് ആരാ? രണ്ടുപേരാ. അപ്പോൾ ഇവർ രണ്ടുപേരും ആലോചിച്ചു, ഏത് പുരുഷൻ്റെ കാര്യമായി പറയണത്? അപ്പോൾ രണ്ടുപേരും ആലോചിച്ചു, നമ്മളെയൊക്കെ തന്നെ ആയിരിക്കാം. അങ്ങനെ ഇവരുടെ ആലോചനയിൽ നിന്ന് വീണ്ടും അവർ ചോദിച്ചു, ഏതാണ് ഈ പുരുഷൻ എന്ന് ചോദിച്ചു. അപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ കണ്ണാടിയിൽ നോക്കാൻ. കണ്ണാടിയിൽ എന്ന് പറയുന്നതിന് അവിടെ പ്രജാപതി നിർദ്ദേശിക്കുന്നത് ജലത്തിലാണ്. ജലത്തിൽ പ്രതിബിംബം കാണാമല്ലോ, കണ്ണാടിയിൽ. അപ്പോൾ ഇവർ രണ്ടുപേരും പോയി കണ്ണാടിയിൽ നോക്കി. ഈ പറഞ്ഞ പോലെ ജലത്തിൽ അവരുടെ പ്രതിബിംബം കണ്ടു, അവരുടെ തന്നെ പ്രതിബിംബം കണ്ടു. അങ്ങനെ അവർ ചോദിച്ചു, ഓ, അപ്പോൾ ഇതാണ് ആ പുരുഷൻ? അതെ. അപ്പോൾ ചോദിച്ചു, ഇത് തന്നെയാണോ? അപ്പോൾ പ്രജാപതി ഒന്നുകൂടെ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഈ താടി മുടിയൊക്കെ ഒന്ന് വെട്ടി നഖമൊക്കെ മുറിച്ച് നല്ല വസ്ത്രങ്ങളൊക്കെ ഇട്ടിട്ട് നിങ്ങളതിൽ പോയി നോക്കാൻ പറഞ്ഞു, വീണ്ടും നോക്കാൻ. അങ്ങനെ ഇവർ നല്ല കുട്ടപ്പന്മാരായി, നല്ല ഉഷാറായിട്ട് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നോക്കും. പ്രതിബിംബം കാണുമ്പോൾ അത് തന്നെ, അപ്പം നന്നായിരിക്കുന്നുണ്ട് ആത്മാവ്. അങ്ങനെ ഇവർ രണ്ടുപേരും തിരിച്ചു പോയി. ഈ തിരിച്ചു പോകുമ്പോൾ വിരോചനൻ വാണം വിട്ട പോലെ പോയി, ഇന്ദ്രനും അത്. അപ്പം തിരിച്ചു വരിങ്ങനെ പോകുമ്പം പ്രജാപതി സ്വയം പറയുകയാണ്, കഷ്ടം,
ആത്മാവിനെ അറിയാൻ വന്നിട്ട് ഇതറിയാതെ പോകുന്നു. അത് ദേവനായാലും അസുരനായാലും ഇവനൊക്കെ നാശം തന്നെ ഗതി ചെയ്യുന്നു. അങ്ങനെ വിരോചനൻ അസുരലോകത്തെത്തി ബാക്കിയുള്ള അസുരന്മാരെ എല്ലാം വിളിച്ചു കൂട്ടി മൂപ്പര് ഒരു സത്സംഗം നടത്തി. സത്സംഗം അല്ല, അതൊരു ദുസ്സംഗമാണ്. കാരണം സത്തിനോട് അടുപ്പിക്കാത്തതൊക്കെ ദുസ്സംഗമാണ്. സത്തിനോട് ചേർക്കുന്നതാണ് സത്സംഗം. അപ്പോൾ ഈ വിരോചനൻ എല്ലാവരോടുമായിട്ട് പറഞ്ഞു, വരിക, ഇരിക്കുക, ഞാൻ നിങ്ങൾക്ക് ജ്ഞാനം ഉപദേശിക്കാൻ പോവുക. അച്ഛൻ പ്രജാപതി പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ശരീരമാണ് ആത്മാവ്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തെ പരിരക്ഷിക്കുക, ശരീരത്തെ പോഷിപ്പിക്കുക, ശരീരത്തെ സന്തോഷിപ്പിക്കുക. ഇങ്ങനെയാണെങ്കിലുണ്ടല്ലോ പരലോകത്ത് എവിടെയും നമുക്ക് സുഖം കിട്ടും. അതുകൊണ്ട് നിങ്ങൾ അതിൽ വ്യാപൃതരായിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ഇവന്മാർക്കുള്ള ഈ എന്താ പറയുക, എന്തെങ്കിലും ഗുണങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാണ്ടായി എന്നാണ് പറയുന്നത് ഉപനിഷത്ത്. ദാനധർമാദികളോ ഇത്യാദി കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ വിരോചനൻ്റെ ഫിലോസഫിയിൽ നിന്നാണ് ഈ ഋണം കൃത്വ ഘൃതം യാവത് ജീവേത് സുഖം ജീവേത്. എത്ര കാലം ജീവനുണ്ടോ അത്ര കാലം അടിച്ചു പൊളിച്ച് ജീവിക്കുക, സുഖം ജീവേത്. അതിനെന്ത് വേണം? എങ്ങനെ ഇപ്പം ജീവിക്കുക? അടിച്ചു പൊളിക്കാൻ. അതിനാണ് കടം മേടിക്കണം. ഋണം കൃത്വ, കടം മേടിക്കുക. ഘൃതം പിബേത്, നെയ്യ് കുടിക്കുക. നെയ്യ് എന്ന് പറഞ്ഞാൽ ഭോഗങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ ഭാഷയിലാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് കൃത്വ, എന്നിട്ടോ ഈ വക സാധനങ്ങൾ ഇൻസ്റ്റാൾമെൻറ്റിൽ മേടിക്കുക. അങ്ങനെ മേടിച്ച് ഈ ക്രെഡിറ്റ് തീർക്കാൻ വേറൊരു ക്രെഡിറ്റ് കാർഡ് എടുക്കുക, എന്നിട്ട് അതിനെ തീർക്കുക. അപ്പോഴേക്കും ഇതിന്ന് കൂടും, അപ്പോൾ വേറൊന്ന്. ഇങ്ങനെ കടം മേടിച്ച് അടിച്ച് പൊളിക്കുക. ഋണം കൃത്വ ഘൃതം പിബേത്. അപ്പോൾ ഇതിൻ്റെ അവസാനം ഒരു നിക്കക്കള്ളില്ലാത്തൊരവസ്ഥയാവുമല്ലോ. അപ്പോഴെന്ത് ചെയ്യും? ഭസ്മീഭൂതസ്യ ദേഹസ്യ പുനരാഗമനം കുതഃ. അസ്യ ദേഹസ്യ, ഈ ദേഹത്തിന്, ഈ ദേഹം ഭസ്മമായാൽ കത്തിച്ചു ഭസ്മാവുമല്ലോ. പുനരാഗമനം കുതഃ, പിന്നെ ഇതെങ്ങനെ തിരിച്ചു വരാനാ? പിന്നെ ആർക്ക് നമ്മൾ കടം കൊടുത്ത് ഈ കടം ചോദിച്ചവരൊക്കെ തിരിച്ചു കൊടുക്കണം? വേണ്ടല്ലോ. പിന്നെ അതാരും ചോദിക്കില്ലല്ലോ. കഴിഞ്ഞില്ലേ, നമ്മളോടുകൂടി എല്ലാം കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് എത്ര കാലം ഉണ്ടോ അത്ര കാലം അടിച്ച് തകർത്ത് ജീവിക്കുക. ചാർവാകൻ്റെ ഫിലോസഫിയാണ്. എന്തായാലും വിരോചനൻ്റെ ഇത് കേട്ടിട്ട് മരിച്ചവരെയൊക്കെ തന്നെ നന്നായിട്ട് വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ അണിയിപ്പിച്ച് പറഞ്ഞയക്കാൻ തുടങ്ങി. മരണാനന്തര ചടങ്ങിന് മുമ്പ് ഈ പറഞ്ഞ പോലെ അണിയിച്ചൊരുക്കി വിടുക. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവർക്ക് അവിടെ പോയാലും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവരുത്. പരലോകത്ത് പോയിട്ട് ഈ വസ്ത്രമൊന്നും മേടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇവിടുന്ന് കിട്ടും, ഒരു കുറവും ഉണ്ടാവരുതെന്ന് പറയും അവസാനം വരെ. ഇന്ദ്രൻ ഈ ഉപദേശം കേട്ടിട്ട് ഇന്ദ്രൻ്റെ സഭയിൽ എത്തുന്നതിന് മുമ്പ് ഇങ്ങനെ മൂപ്പര് വഴിയോരത്തൊക്കെ ഇങ്ങനെ ആലോചന തകൃതിയായി നടത്താൻ തുടങ്ങി. അപ്പം ഇന്ദ്രന് ഒരു സംശയമായി. ഈ ആത്മാവിനെ അറിഞ്ഞാൽ, ഇന്ദ്രൻ്റെ സംശയമാണ്, ആത്മാവിന് ഈ പറഞ്ഞതുപോലെ ആത്മാവിനെ അറിഞ്ഞവൻ നിർഭയനാകുന്നാണ് പറഞ്ഞത്. മാത്രമല്ല ആത്മാവിന് ഒരു തരത്തിലുള്ള വൈകല്യങ്ങളും ഇല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കണ്ണാടിയിൽ കണ്ട, ജലത്തിൽ പ്രതിബിംബത്തിൽ കണ്ട പുരുഷന് കൈയില്ലാത്തവനാണ് അതിൽ നോക്കുന്നതെങ്കിൽ കൈയില്ലാത്തവനെയല്ലേ കാണുക? അങ്ങനെ അതെങ്ങനെ ശരിയാവും? ഇത് ഭയത്തെ തീർക്കുന്നില്ലല്ലോ, ഭയം ഇല്ലാതെയാകും, നിർഭയത്വം തരുന്നില്ലല്ലോ, ഭയം ഉണ്ടാക്കുകയല്ലേ ചെയ്യുന്നത്. മൂപ്പര് വേഗം അവിടെ ചമതക്കോലുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കി. കാരണം ഗുരുവിനെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും കൈ കൊണ്ടുപോകണമല്ലോ. ചമതയാണ്, ഹവനം ചെയ്യാനുള്ള ചമത അതിൻ്റെ പ്രതീകമാണ്. മൂപ്പര് ചമതയും ശേഖരിച്ച് വീണ്ടും പോയി അവിടെ. ഇന്ദ്രനെ കണ്ടപ്പോൾ പ്രജാപതിക്ക്
തോന്നി. എന്താ വരവ് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അല്ല അതങ്ങോട്ട് ശരിയാവുന്നില്ല. തൻ്റെ ഈ സംശയത്തെ, താൻ മനനം ചെയ്ത് കിട്ടിയ ഈ സംശയത്തെ പ്രജാപതിയോട് ചോദിച്ചു, ഇതെങ്ങനെ ശരിയാവും? പ്രജാപതി പറഞ്ഞു, നിൻ്റെ ചിന്ത ശരിയാണ്, ക്ലിയറായിട്ടാണ് നീ പോകുന്നത്, നിൻ്റെ ചെയ്ത ചിന്ത ശരി, ഓക്കെ. മോനെ, നീ ഒരു കാര്യം ചെയ്യും, ഒരു 32 കൊല്ലം കൂടെ അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ മൂപ്പര് വീണ്ടും ഒരു 32 കൊല്ലം അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പ്രജാപതി പറഞ്ഞു, ഇന്ദ്ര, നീ സ്വപ്നം കാണാറില്ലേ? ഈ സ്വപ്നത്തിൽ കാണുന്നയാൾ അവനാണ് ആത്മാവ്, ആ പുരുഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ദ്രൻ അത് കേട്ടുപോയി. ഇതേപോലെ വഴിയിൽ മൂപ്പരിങ്ങനെ ഈ ചിന്തയിലാണ് പോണത്. അപ്പോൾ ഇന്ദ്രൻ വിചാരിച്ചു, അതെങ്ങനെ ശരിയാവുന്നത്? സ്വപ്നത്തിൽ ഒരാൾക്ക് പലതും സംഭവിക്കാം. ഇപ്പോൾ ഉള്ള ആൾക്ക് ഉള്ള രോഗങ്ങളൊന്നും സ്വപ്നത്തിൽ ആൾക്കില്ലല്ലോ. മുറിവേറ്റ ഒരുവൻ സ്വപ്നത്തിൽ അങ്ങനെ മുറിവേറ്റവനല്ലല്ലോ. കണ്ണ് കാണാത്ത, ഇന്ദ്രൻ പറയുന്നുണ്ട്, കണ്ണ് കാണാത്ത ഒരുത്തൻ സ്വപ്നം കാണുന്ന സമയത്ത് അവൻ കണ്ണുള്ളവനായിട്ട് കാണുന്നു. അപ്പോൾ അതാരാണ്? അത് ശരിയാണെന്ന് അത് ആത്മാവാണെന്ന് തോന്നുന്നില്ല. അതാണ് ആ പുരുഷനെന്ന് തോന്നുന്നില്ല. മാത്രമല്ല, ഇതറിഞ്ഞതുകൊണ്ട് ഞാൻ നിർഭയനാവുന്നുമില്ലല്ലോ. ആത്മാവിനെ അറിഞ്ഞാൽ നിർഭയനാവുന്നതാണല്ലോ. അതെങ്ങനെ ശരിയാവും? വീണ്ടും മൂപ്പര് ചമതക്കോല് തെരഞ്ഞ് അതുമായിട്ട് തിരിച്ചു വന്നു. പ്രജാപതിയോട് പറഞ്ഞു, ഇതൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ച് എൻ്റെ ചിന്തയിൽ വന്നു, ഇതെങ്ങനെ ശരിയാവും? പ്രജാപതി പറഞ്ഞു, കൃത്യമാണ് നിൻ്റെ വഴി, നിൻ്റെ ചിന്തകളൊക്കെ കൃത്യമാണ്. ഒരു കാര്യം ചെയ്യൂ, ഒരു 32 കൂടെ അനുവദിച്ചു കൊടുത്തു. 32 കഴിഞ്ഞു. ഇന്ദ്രനോട് പറഞ്ഞു, മോനെ ഇന്ദ്ര, ഈ ഗാഢ സുഷുപ്തി എന്ന് പറയുന്ന ഒരു അനുഭവമുണ്ട്, സ്വപ്നവും ഇല്ലാത്ത അനുഭവം. അതാണ് ആത്മാവ്. ഒരു പെട്ടി മടക്കിപ്പോയി, വഴിയിലെത്തി. അതെങ്ങനെയാണ് ശരിയാവുക? ഗാഢസുഷുപ്തിയിൽ ഞാനൊന്നും അറിയുന്നില്ലല്ലോ, ഞാനൊന്നും അറിഞ്ഞില്ല എന്നല്ലേ അനുഭവം. അതെങ്ങനെ ആത്മാവാകും? മാത്രമല്ല, ആ അറിവ് പറഞ്ഞതുകൊണ്ട് എന്ത് ആത്മലാഭം, എന്ത് നിർഭയത്വമാണ് കിട്ടുന്നത്? എങ്ങനെ ഞാൻ എല്ലാറ്റിനെയും ജയിച്ചവനാകുന്നത്? ചമതക്കോലുമായിട്ട് തിരിച്ചു പോകുന്നു. പ്രജാപതിയോട് കാര്യം പറഞ്ഞു, ഇങ്ങനെയാണ്. പ്രജാപതി പറഞ്ഞു, മോനെ, നിന്റെ മനനത്തിൻ്റെ വഴി ശരിയായ വഴിയിലാണ്. ഒരു കാര്യം ചെയ്യൂ എന്ന് പറഞ്ഞു 32 വർഷം കൊടുത്തില്ല. 32 കഴിഞ്ഞതാ. അത്ര വേണ്ട എന്ന് തോന്നിയിട്ടുണ്ട് പ്രജാപതിക്ക്. പ്രജാപതി പറഞ്ഞു, ഒരു 5 വർഷം കൂടെ. അങ്ങനെ 5 വർഷം കൂടെ കഴിഞ്ഞപ്പം 101 വർഷമായി. ഒരു ചോദ്യം ചോദിച്ച് പെട്ടതാണ് മൂപ്പര്. അപ്പോൾ പ്രജാപതി പറഞ്ഞു, ഇന്ദ്ര, ആത്മാവ് ഈ വായുവിനെ പോലെയാണ്. വായുവിനെ നിനക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. വായുവിൻ്റെ സാന്നിധ്യം അറിയാൻ സാധിക്കും. ആത്മാവ് എല്ലാറ്റിനും ഇടം കൊടുക്കുന്നതാണ്. ആത്മാവിൻ്റെ വാസസ്ഥാനവുമാണ് ശരീരം. അത് ഓരോ ശരീരങ്ങളിലും വസിക്കുന്നുണ്ട്. ശരീരത്തിൻ്റെ ഉപേക്ഷയിൽ ആത്മാവിന് എന്തുണ്ടാവുന്നില്ല? നാശം ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് ഈ കാണുന്നതെല്ലാം ആത്മാവാണ്. അപ്പം ഇന്ദ്രൻ
എല്ലാം ആത്മാവാണ് എന്ന് ഇന്ദ്രന് ബോധ്യപ്പെടുമ്പോൾ ഇന്ദ്രൻ സ്വയം ചോദിക്കുക, അപ്പോൾ എനിക്ക് ആരെയാണ് ജയിക്കേണ്ടത്? ജയിക്കേണ്ടതായിട്ടൊന്നുമില്ല. ഞാൻ എന്തിന് ആരോട് വിരോധം വെക്കണം? യസ്തു സർവാണി ഭൂതാനി ആത്മന്യേവാനു പശ്യതി സർവഭൂതേഷു ച ആത്മാനം തതോ ന വിചുഗുപ്സതേ. അപ്പോൾ ആത്മാവാണ് എല്ലാം എന്നറിയുമ്പോൾ എന്തുണ്ടാവുന്നില്ല? ഈ പറഞ്ഞ രാഗദ്വേഷങ്ങളും ഭയവും വിദ്വേഷവും ഒന്നും ഉണ്ടാവുന്നില്ല. എല്ലാറ്റിനെയും ജയിച്ചവനാകുന്നു. അത് അനുഭവമാകുന്നു ആ അറിവ്.